മറ്റൊന്ന്, പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വായിച്ചത് വോട്ട് കുറയാൻ കാരണമായി എന്നുള്ളതാണ്. ഇത് വിചിത്രമായ പ്രസ്താവന. യോഗി ആദിത്യനാഥ് നേരിട്ട് കത്തിങ്ങോട്ട് അയച്ചതല്ല. കേരളത്തിലെ ഗവൺമെന്റ്, ഉത്തർപ്രദേശ് ഗവൺമെന്റ് കത്തയച്ചു, ആശംസ വേണം, അദ്ദേഹം മര്യാദന് വില കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന അയ്യപ്പ സംഗമത്തിൽ വായിച്ചതുകൊണ്ടല്ല CPMന്റെ പരിതാപകരമായ തകർച്ചയുണ്ടായത്, മറിച്ച് ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതാണ് ഈ CPMന്റെ പരാജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണം. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തതാണ് CPIMന്റെ LDFന്റെ തോൽവിക്ക് കാരണമെന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയാൻ CPM തയ്യാറാകുമോ? അല്ലാതെ പരാജയത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന് പകരം, അല്ലെങ്കിൽ പരാജയത്തിന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കാൻ, അവരെ പരിഹസിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നത് എന്നതാണ് ഗോവിന്ദൻ മാഷ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നത്. 10 വർഷം അവർ കേരളത്തിൽ നടത്തിയ ജനവിരുദ്ധത, വികസന വിരുദ്ധത, അതുപോലെ തന്നെ വിശ്വാസ വിരുദ്ധത, ഹിന്ദു വിരുദ്ധത, ഇതാണ് അവരുടെ പരാജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സാധാരണ ഈ തിരിച്ചടിയും തിരിച്ചുവരവും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമാണ്. പക്ഷേ ബംഗാളിൽ, ത്രിപുരയിൽ CPMനുണ്ടായി തിരിച്ചടിയുണ്ടായി, പക്ഷേ തിരിച്ചുവരവുണ്ടായില്ല. ഇതേപോലെ ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന തിരിച്ചടിയാണ് കേരളത്തിലും CPMന് ഉണ്ടായിട്ടുള്ളത്. അവരുടെ പരിതാപകരമായ പതനം അത് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ LDFും UDFും രണ്ടും രണ്ടല്ല, ഒന്നാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. രാഷ്ട്രീയ നിലപാടത് UDFും LDFും രണ്ടല്ല, ഒന്നാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിനെതിരെ ഡീലുണ്ടെന്ന് ആരോപിക്കുക, തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ വന്നിട്ട് ജോൺ ബ്രിട്ടാസും KC വേണുഗോപാലും ആലിംഗനം ചെയ്യുക. ഇതെന്ത് രാഷ്ട്രീയ? തിരുവനന്തപുരത്ത് നിന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിനെ വിമർശിക്കുക, അതേ ദിവസം ഡൽഹിയിൽ ഇരുന്നിട്ട് KC വേണുഗോപാലും ജോൺ ബ്രിട്ടാസും ആലിംഗനം ചെയ്യുക, ജോൺ ബ്രിട്ടാസും രാഹുൽ ഗാന്ധിയും ആലിംഗനം ചെയ്യുക. ഇതെന്ത് രാഷ്ട്രീയ? ഇപ്പൊ ഞങ്ങൾ ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണെന്നുള്ള BJPയുടെ രാഷ്ട്രീയ നിലപാട് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ കോൺഗ്രസ് UDF എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. ഇപ്പൊ KSRTCയിൽ ബസ് സ്ത്രീകൾക്ക് സൗജന്യം, ഇതായിരുന്നു വലിയൊരു വാഗ്ദാനം. പക്ഷെ ഇപ്പോൾ പറഞ്ഞ 100 ദിവസത്തേക്ക് ഓർഡിനറി ബസ്സിൽ മാത്രം പോകാം, പിന്നീട് പരിശോധിച്ച് പോകാം എന്നുള്ളതാണ്. ഇപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാമ്പത്തിക തകർച്ചയാണ് കേരളത്തിൽ, KSRTC നഷ്ടത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ KSRTC നഷ്ടത്തിലാണെന്ന് ഇപ്പൊ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണോ മനസ്സിലാവുന്നത്? കേരളം സാമ്പത്തിക തകർച്ചയിലാണെന്ന് VD സതീശന് ബോധ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയപ്പോഴാണോ? എല്ലാവർക്കും നേരത്തെ അറിയാം KSRTC നഷ്ടത്തില്ല. ഖജാനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. ഇപ്പോൾ ഈ KSRTCയുടെ നഷ്ടത്തെ ചൂണ്ടിക്കാണിച്ച്, കേരളത്തിലെ സാമ്പത്തിക തകർച്ച ചൂണ്ടിക്കാണിച്ച് വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് UDF ചെയ്യുന്നത്. ഇതിനാണ് LDFും ചെയ്തത്. LDFും അധികാരത്തിലേറുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകി,
അധികാരത്തിലേറിയപ്പോൾ ധവളപത്രം പുറപ്പെടുവിച്ചു. ഈ സാമ്പത്തിക തകർച്ചയുടെ പേരിൽ, അതുപോലെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നതിന്റെ പേരിൽ എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. അതിന്റെ 10 വർഷമാണ് 2016 മുതൽ 2026 വരെയുള്ള 10 വർഷം. ആ LDFന്റെ ആവർത്തനമാണ് ഇപ്പൊ UDF. ഇപ്പൊ രണ്ടും രണ്ടല്ല, ഒന്നാണ്. UDFും LDFും രണ്ടല്ല, ഒന്നാണ് എന്ന് ഇപ്പം ബോധ്യപ്പെടുകയാണ്. എല്ലാ വാഗ്ദാനങ്ങളും പിന്നോട്ട് പോവുകയാണ്. ഇപ്പൊ പ്രതിപക്ഷത്തിരുന്നപ്പം VD സതീശൻ പറഞ്ഞത് ഈ ഇന്ധനങ്ങൾക്ക് അധിക വില, ആ അധിക വിലയിലുണ്ടായ നികുതി സംസ്ഥാന ഗവൺമെന്റ് വേണ്ടെന്ന് വെക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പൊ ഇപ്പൊ പറയുന്നത് അത് പറ്റില്ല എന്നാണ്. അതായത് ഏതാണ്ട് ഈ അധികം ഇന്ധനങ്ങൾ, പെട്രോളിനും ഡീസലിനും അധികമായി വർദ്ധിപ്പിച്ച വിലയിൽ ഇവിടെ ലഭിക്കുന്ന നികുതി വർധനവ്, സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കുന്ന അധികമായി ലഭിക്കുന്ന വരുമാനം, അത് ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോഴേ ആ വിഡ്ഢിത്തമൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. അത് തോമസ് ഐസക്കിന്റെ പ്രസ്താവനയാണ്. ഇപ്പൊ LDFും UDFും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം BJPയുടെ രാഷ്ട്രീയ നിലപാട് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. ഈ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. ആ നിലപാടിന് BJP എങ്ങനെയാണ് സമുദായ നേതാവിനെ ആ നിലയ്ക്ക് തള്ളിപ്പറയുന്നു? 2 വള്ളത്തിൽ കാലുവെക്കുന്ന ആളെന്ന് P ജയരാജൻ ഇന്നലെ പ്രസ്താവനയുണ്ടായിരുന്നു. എങ്ങനെ 2 വള്ളത്തിൽ കാലുവെക്കുന്ന ആളാണ് എന്ന് P ജയരാജൻ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. വർഗീയ നിലപാട് പറഞ്ഞു എന്ന്. സമുദായ നേതാവിനെ കുറിച്ചുള്ള ആ പ്രതികരണങ്ങൾ, CPMന്റെ പുതിയ പ്രതികരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഇപ്പോഴ് ഇന്നലെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേവലം തള്ളിപ്പറയലല്ല, അവരുടെ പരാജയത്തിന്റെ ഒരു കാരണം വെള്ളാപ്പള്ളിയാണെന്നാണ്. ഇപ്പൊ P ജയരാജന്റെ മറ്റൊരു പ്രസ്താവന P ജയരാജന്റേതായിട്ട് വന്നു. അതായത് ഇപ്പോഴ് മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലുടനീളം SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട്, NSS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരായിട്ട്, SNDPക്കും NSSനും എതിരായിട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തി. UDFന്റെ നിലപാടാണത്. UDFന്റെ അതേ നിലപാട് തന്നെയാണ് ഈ ഹിന്ദു സാമുദായിക സംഘടനകളോട് ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇവർ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഈ LDFും UDFും തമ്മിലുള്ള ഡീല് തുടർന്നാൽ പ്രധാന പ്രതിപക്ഷമായിട്ട് BJP എങ്ങനെ മാറും? പിന്നീട് എങ്ങനെ BJP കേരളത്തിൽ അധികാരം പിടിക്കും? സ്വാഭാവികമായിട്ടും ഇപ്പോഴ് ഇവർ ഞങ്ങൾ ജയിച്ച 3 മണ്ഡലങ്ങളിലും അവർ ഡീലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിച്ചു. പക്ഷെ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ, അത് ലോകസഭയായിക്കോട്ടെ, നിയമസഭയായിക്കോട്ടെ, പ്രാദേശിക തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ CPMന്റെയും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ UDFന്റെയും LDFന്റെയും ഡീല് അത് മറികടന്നുകൊണ്ട് വിജയം കൈവരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘടനാ ചുമതല, അതുപോലെ തന്നെ കേരള മന്ത്രിസഭയുടെ പുനഃസംഘടന വരുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ പ്രാതിനിധ്യം ഉണ്ടാവും? ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യമല്ല. ഇപ്പൊ ഇതുപോലെ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു. ഇപ്പം ഈ KSRTCയുടെ നഷ്ടം, കേരളത്തിന് സാമ്പത്തിക തകർച്ച, ഇതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കാൻ കോൺഗ്രസും UDFും പറയുന്ന ന്യായീകരണം. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കണം. 2014 ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ UPAയുടെ മരണം മൂലം
സാമ്പത്തിക തകർച്ച അതിന് നെല്ലിപ്പടിയിലെത്തി നിന്നിരുന്നു, നെല്ലിപ്പടിയിലായിരുന്നു. പക്ഷേ എല്ലാ വാഗ്ദാനങ്ങളും നരേന്ദ്രമോദി സർക്കാർ പാലിച്ചു. ഇതാണ് BJPയും NDAയും UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നാകെ പാലിക്കാൻ തയ്യാറായി. എന്നാൽ LDFും UDFും ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാഗ്ദാനത്തിന്റെ വർണ്ണരാജികള് ജനഹൃദയങ്ങളിൽ വരച്ചുവെക്കുക, വാരി വിതറുക, അധികാരം ലഭിച്ചാൽ വാഗ്ദാനങ്ങൾ വിസ്മരിക്കുക. നാട്ടിലൊരു ചൊല്ലുണ്ട്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കൂരായണ. ഇതാണ് LDFന്റെയും UDFന്റെയും ആപ്തവാക്യം.